50 വർഷം മുമ്പ് അമേരിക്കയിലും യൂറോപ്പിലും വൻ ദുരന്തം വിതച്ച തൈലിഡോമൈഡ് എന്ന വിഷഗുളികയാണിത്. പാലക്കാട്ടെ ഒരു മരുന്ന് ഷോപ്പിൽ നിന്നും ഈ കടലാസിൽ പേരെഴുതി കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ മരുന്ന് ലഭിച്ചു. കേരളം കാത്തിരിക്കുന്ന വൻ ദുരന്തത്തിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ. ഭോപ്പാൽ വാതക ദുരന്തം, ചെർണോബിൽ, ഹിരോഷിമ, നാഗസാക്കി ദുരന്തങ്ങൾ എന്നിവയുടെ നിരയിൽപ്പെടുന്ന ദുരന്തമാണ് താലിഡോമൈഡ് 1950 മുതൽ 15 വർഷം അമേരിക്കയിലും യൂറോപ്പിലും സൃഷ്ടിച്ചത്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ കൈകാലുകളില്ലാതെ പിറന്നതിന്റെ പിന്നാമ്പുറം അന്വേഷിച്ച മാധ്യമങ്ങൾ താലിഡോമൈഡ് എന്ന ഭീകരനെ വെളിച്ചത്ത് കൊണ്ടുവന്നു. ഗർഭകാലത്ത് ആദ്യത്തെ 3 മാസത്തെ നിലയ്ക്കാത്ത ഛർദിലിന് ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നാണിത്. ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ 50 വർഷം മുമ്പ് 1962 നവംബറിൽ ലോകവ്യാപകമായി താലിഡോമൈഡ് നിരോധിച്ചു. അരനൂറ്റാണ്ടിന് ശേഷം 2012 മാർച്ചിൽ ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട മരുന്ന് നിർമ്മാതാക്കളായ ഗ്രൂവെനിന്തൽ കമ്പനി ജനങ്ങളോട് മാപ്പപേക്ഷിച്ച് 326 കോടി രൂപ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകി. ഇന്ത്യയിൽ 4 കൊല്ലം മുമ്പാണ് താലിഡോമൈഡിന്റെ നിരോധനം നീക്കിയത്. അന്നു മുതൽ ഈ മരുന്ന് കേരളത്തിലെ ഏത് മെഡിക്കൽ ഷോപ്പിലും കുറിപ്പടി പോലുമില്ലാതെ സുലഭമായി ലഭിക്കും. ചുമയ്ക്കും ചെറിയ സന്ധിവാതങ്ങൾക്കും വരെ ഫിസിഷ്യന്മാർ താലിഡോമൈഡ് കുറിക്കുന്നുണ്ട്. ഭേദപ്പെടാത്ത ക്യാൻസർ ചികിത്സയ്ക്ക് വേദനസംഹാരിയായി മാത്രമെന്ന് സർക്കാർ നിഷ്കർഷിച്ച മരുന്നാണ് ഇത്തരത്തിൽ പാരസെറ്റമോൾ പോലെ സുലഭമായി വിൽക്കുന്നത്. താലിഡോമൈഡ് ലഹരിക്കായി ഉപയോഗിക്കുന്നുമുണ്ട്. ഇതിന്റെ വീര്യം ഹെറോയിന് തുല്യമാണെന്നതാണ് യുവതലമുറയെ താലിഡോമൈഡ് ലഹരിയിലേക്ക് നയിക്കുന്നത്. ഇതുകൂടിയാകുമ്പോൾ ആണവ ദുരന്തങ്ങളെക്കാൾ ഭീകരമായ ജനിതക വൈകല്യ ദുരന്തങ്ങളിലേക്കാണ് താലിഡോമൈഡ് കേരളത്തെ നയിക്കുന്നത്. വിവേചനരഹിതമായ ഈ മരുന്നിന്റെ ഉപയോഗം ജനിതക വൈകല്യമടക്കമുള്ള രോഗങ്ങൾ വരുത്തുമെന്ന് ഡോക്ടർമാരും സമ്മതിക്കുന്നു. എന്നിട്ടും ഈ മരുന്നിനൊരു പെരുമാറ്റച്ചട്ടം കൊണ്ടുവരാൻ സർക്കാരിനും സാധിക്കുന്നില്ല. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ, പാലക്കാട്, ഇന്ത്യ വിഷൻ.